ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും സത്യാനും വിഷു കഴിഞ്ഞിട്ട് ഗുരുവായൂരിലൊരു യാത്ര. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടൊരു യാത്ര. അത് എപ്പോഴും ആരെങ്കിലും ഉണ്ടാവും, റിലേഷൻസ് അല്ലേ, മക്കൾ ആരെങ്കിലും. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്ക് മാത്രം പോയിട്ട് വരാറ്. അങ്ങനെ വന്നതാണ്. ഇവിടെ ഗുരുവായൂരിലധികം ഫോട്ടോ എടുക്കാനൊന്നും വീഡിയോ എല്ലാം അങ്ങനെ അപ്ലോഡ് ചെയ്യാനൊന്നും പാടില്ല എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ട്. ഞാനതുകൊണ്ട് വീഡിയോസൊന്നും ഇതിലിട്ടിക്കില്ല. കുറേ വീഡിയോസ് എല്ലാം ഉണ്ട്. പിന്നെ അതുകൊണ്ട് ഞാനിവിടെ ഹാബിറ്റേറ്റ്സ് ഹോട്ടലിലാണ് റൂം എടുത്തത്. ആദ്യം അത് ബുക്ക് ചെയ്തതിന്. അങ്ങനെ ഞങ്ങൾ അതാണ് കുറച്ച് കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ വടകരയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് ട്രെയിനിന് വന്ന് അവിടെ നിന്ന് ടാക്സി പിടിച്ച് ഗുരുവായൂരിലേക്ക് വന്നതാണ്. അങ്ങനെ ഇവിടെ വന്നത്. അവിടെ വന്ന് കണ്ണനെ കണ്ട് ഭയങ്കര തിരക്കാണ്. കണ്ണനെ കണ്ട് തിരിച്ച് റൂമിലേക്ക് വന്ന് റൂമിൽ നിന്ന് പിന്നെയും ഞങ്ങൾ പോയിന്. പിന്നെയും ഒരു രക്ഷയില്ല, അത്രയും ആളാണ്. ഈ ഗുരുവായൂർ വെച്ചിട്ടാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഗുരുവായൂരിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. കണ്ണനെ കാണാൻ വരെ അതെന്തോ അറിയില്ല, അതൊരു ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാനും സത്യേനെ വന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് പിറ്റേ ദിവസം രാവിലെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് ചായയെല്ലാം കുടിച്ച് റെഡിയായി ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഭയങ്കര ക്യൂവാണ്. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പുറത്തിരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്തോളാം, നിങ്ങൾ ഇരുന്നോ തന്നെ. അങ്ങനെ സത്യമായിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ അവർ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണം പിടിച്ചു. അങ്ങനെ അവരും തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിരുന്നിട്ട് കുറേ നേരം മെഡിറ്റേഷൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പിന്നെയും ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് റൂമിലേക്ക് തിരിച്ച് വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തു. നല്ല റൂമാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർ നല്ല സർവീസാണ്, നല്ല ഇതാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത കാരണം ഇതാണ്. ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് വന്നതിന് മോളെ ഫാമിലിയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഭയങ്കര എല്ലാവരും അതുകൊണ്ടാണ് ഇവിടെ തന്നെ പിന്നെയും വന്നത്. ഒരു നല്ല സർവീസാണ്. പിന്നെ അമ്പലത്തിനടുത്താണ്. നമുക്ക് നടന്നിട്ട് പോകേണ്ട ദൂരമേ ഉള്ളൂ. പടിഞ്ഞാറ് നടയിൽ നിന്ന് വളരെ അടുത്താണ്. അങ്ങനെ ഞങ്ങൾ പിന്നെയും വന്ന് പിന്നെയും ഞങ്ങൾ അമ്പലത്തിൽ പോയി തിരിച്ച് റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് പിന്നെയും അമ്പലത്തിലേക്ക് വന്ന് അമ്പലത്തിൽ നിന്ന് തിരിച്ച് പിന്നെയും വണ്ടി പിടിച്ചിട്ട് ട്രെയിൻ സ്റ്റേഷനിലേക്ക് കുറ്റിപ്പുറം സ്റ്റേഷനിലേക്ക് വന്നു. സ്റ്റേഷനിൽ നിന്ന് 2:45 ട്രെയിൻ തിരിച്ച് വന്നു.